ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടരും. കഴിഞ്ഞ വീഡിയോ, അതായത് ഞാൻ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. അത് 100% യാഥാർത്ഥ്യമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരുന്നത് 2018 എന്ന ടോവിനോ തോമസ് ചിത്രമായിരുന്നു. 2023 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ കേരള ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി 89,50,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 16-ാം ദിവസമായ മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയായി ഇന്ന് 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് തുടരും എന്ന സിനിമ 2018 നേടിയെടുത്തിരുന്ന കളക്ഷൻ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 2,85,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ടോട്ടൽ 86,25,00,000 രൂപയാണ് ആദ്യ 15 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 16-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 1,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് രാത്രി 10 മണിയോടെ പുറത്തു വന്ന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ 3,80,00,000 4 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ഇന്ന് രാവിലെയോടെ തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ കേരള ഇൻഡസ്ട്രി ഹിറ്റ് വിജയം ആഘോഷിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പങ്കുവച്ചിരുന്നു. അതേസമയം ഇന്നലെ മെയ് 9 വെള്ളിയാഴ്ചയായിരുന്നു ഈ ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്തത്. തമിഴ് പതിപ്പിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ ഈ സിനിമ തമിഴ്നാട്ടിൽ 32 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ന് 30 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 62-65 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. അതേസമയം ചിത്രത്തിന്റെ മലയാളം പതിപ്പ് തമിഴ്നാട്ടിൽ നേരത്തെ 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുമുണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 15 ദിവസം കൊണ്ട് 188 കോടി രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5.5-6 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ആദ്യ 16 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 194-195 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നാളെ 17-ാം ദിവസമായ ഞായറാഴ്ചയോടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 200 കോടി ടച്ച് ചെയ്യും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപിന്റെ 150-ാം സിനിമ കൂടിയായ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, ജോസ് കുട്ടി ജേക്കബ്, അശ്വിൻ ജോസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രം ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 96 ലക്ഷം രൂപയായിരുന്നു. അതേസമയം 2-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,10,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആസിഫ് അലി നായകനായി തമർ കെ വി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് സർക്കിട്ട്. ചിത്രത്തിൽ ദിവ്യപ്രഭ, രമ്യ സുരേഷ്, ദീപക് പറമ്പോൾ, സ്വാതിദാസ് പ്രഭു, അലക്സാണ്ടർ പ്രശാന്ത്, ബാലതാരം ഓർഹാൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രം നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായത്തിനനുസരിച്ചുള്ള കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം കേരളത്തിൽ 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 2-ാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 26 ലക്ഷം രൂപ മാത്രമാണ്. ആദ്യ 2 ദിവസം കൊണ്ട് 61 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 3-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച 33-34 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 90-95 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 1,75,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. നവാഗതനായ മനു സ്വരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഒരു ഫൻ ഫാന്റസി ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് പടക്കളം. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തത്. ചിത്രം ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 35 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ 2-ാം ദിവസമായ വെള്ളിയാഴ്ച കേരള കളക്ഷനായി 36 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. ആദ്യ 2 ദിവസം കൊണ്ട് 71 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ 3-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 55 ലക്ഷം റേഞ്ചിലാണ്. ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,25,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. മെയ് 1 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. നവാഗതനായ അഭിഷാൻ ജീവന്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ, സിമ്രാൻ, മിഥുൻ ജയശങ്കർ, കമലേഷ് എന്നിങ്ങനെയാണ് താരങ്ങൾ. കേരള ബോക്സ് ഓഫീസിൽ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് 7 ലക്ഷം രൂപയാണ്. ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 61 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 10-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച 12 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 70 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ തമിഴ്നാട് കളക്ഷൻ 3,35 ലക്ഷം രൂപയാണ്. ആദ്യ 9 ദിവസം കൊണ്ട് 24,10 ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഈ സിനിമ കളക്ട് ചെയ്തത്. എന്നാൽ ടൂറിസ്റ്റ് ഫാമിലിയുടെ 10-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച തമിഴ്നാട്ടിൽ അഡാർ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. 6 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇന്ന് നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 10 ദിവസം കൊണ്ട് ടൂറിസ്റ്റ് ഫാമിലി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 40-42 കോടി റേഞ്ചിലുമാണ്. മാർവൽ സ്റ്റുഡിയോസിന്റെ ഏറ്റവും പുതിയ ഹോളിവുഡ് സിനിമ തണ്ടർ ബോൾട്സ് ഇക്കഴിഞ്ഞ മെയ് 1 ഇന്ത്യൻ റിലീസിനൊപ്പം കേരളത്തിനും റിലീസ് ചെയ്തിരുന്നു. ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 5 ലക്ഷം രൂപ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 84 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 9 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 20 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. $180 മില്യൺ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആഗോള കളക്ഷനായി $200 മില്യൺ അടുക്കുകയുമാണ്.
ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.